ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആളെക്കൊല്ലി കടുവ കൊലപ്പെടുത്തിയ രാധയുടെ വീട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, യഥാർത്ഥത്തിൽ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. പക്ഷേ രാധയുടെ മരണത്തിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ആ കുടുംബം ഇപ്പോഴും വല്ലാത്ത മാനസികാവസ്ഥയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ? തീർച്ചയായും SKN, നമ്മൾ ഈ വാർത്ത നമ്മളിലൂടെ കാണിക്കുന്നു, ഇവരെ കാണിക്കുന്നു. ഇത് അച്ചപ്പേട്ടനാണ്. അച്ചപ്പേട്ടൻ ആ ദൃശ്യം കണ്ടു. അദ്ദേഹം ഈ കടുവ ചത്തതിന് ശേഷം കണ്ടിട്ടില്ല. നമ്മൾ ആ ദൃശ്യം അദ്ദേഹത്തെ കാണിക്കുകയാണ്. അച്ചപ്പേട്ടൻ, എന്താണ് പറയാനുള്ളത്? സന്തോഷം ആയി എന്തായാലും. ഇനി വേറെ ഒരാൾക്കിനി വരില്ലല്ലോ, അത് ഒരു സമാധാനമുണ്ട്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലെന്ന് അറിയാം. വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇപ്പോൾ കിട്ടിയോണ്ട് നമുക്ക് ഇനി വേറെ ആർക്കും സംഭവിക്കില്ലല്ലോ, അതൊരു സമാധാനമുണ്ട്. അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ വീട്ടുകാർ എല്ലാവരും ഇവിടെ ഉണ്ട്, നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ഇന്നലെ ഒരുപാട് വലിയ സംഭവ വികാസങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. പക്ഷേ കടുവ ഇന്ന് ചത്തിരിക്കുന്നു, അതാണ് വാർത്ത. എന്താണ് പറയാനുള്ളത്? നല്ല കാര്യം തന്നെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി നമുക്ക് ആർക്കും കുറച്ച് ധൈര്യമായിട്ട് നമുക്ക് നടക്കാൻ പറ്റും. കുറച്ച് നടക്കാം, എല്ലാവർക്കും പേടിയില്ലാണ്ട് സമാധാനമായിട്ട് നടക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ധാരാളം ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഈ അഭിജിത്ത് മുഴക്കുന്നാണ് നമുക്കൊപ്പം ചേരുക. വീണ്ടും സുർജിത്ത് അയ്യപ്പത്തായിരുന്നു സംസാരിച്ച. അഭിജിത്ത്, കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ? ഈ ഓപ്പറേഷൻ സംഘത്തിന്റെ തെരച്ചിലിനൊടുവിലാണ് ഈ പിലാക്കാവിനടുത്ത് വെച്ചിട്ടുള്ള ഈ കടുവയുടെ ജഡം കണ്ടെത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മരണകാരണം എന്തെന്നറിയാൻ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ അറിയാൻ കഴിയുമെന്ന് ഈ വനംവകുപ്പ് പറയുന്നുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ഉണ്ടാകുമെന്നും സൂചന വരുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പം വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. പുലർച്ചെ 2:30 സമയത്താണ് ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് എന്നുള്ളൊരു കാര്യം വനം വകുപ്പ് പറയുന്നു. കൂടുതൽ എന്താണ് ഈ കടുവ ചാവുന്നതിലേക്ക് നയിക്കാനിടയായ കാരണം എന്നതിലേക്ക് ഉൾപ്പെടെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പുരോഗമിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരൂ എന്നുള്ള കാര്യം കൂടി നിലവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുകയാണ്. ഏതായാലും ആശങ്ക, നിങ്ങളുടെ ആശങ്ക വലിയൊരു ആശങ്ക ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു വിധം അതന്നെയാണ് സ്ഥിരീകരിച്ച് ഞങ്ങൾ ആശങ്ക ഏകദേശം ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. അത് വെടിവെച്ച ആ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ നന്ദി പറയുന്നത്. കാരണം ഈ സമയം ഇങ്ങനത്തെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കറക്റ്റ് തീരുമാനിച്ച ആ സമയം കൊണ്ട് തന്നെ പിടിച്ചല്ലോ. അതുകൊണ്ട് കാരണം നമുക്ക് ധൈര്യത്തിൽ ജോലിക്ക് പോവാം, നമ്മളെ മക്കൾക്ക് സ്കൂളിൽ പോവാം. ഇത് അതന്നെയാണെന്നുള്ളത് സ്ഥിരീകരിക്കണം. അല്ല അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും കൂടി ആശങ്ക ഞങ്ങൾ കൂടുകയുള്ളൂ. വേറെ കൂടുതൽ ഇപ്പോൾ സന്തോഷത്തിലാണ് ഉള്ളത്, അതിൻ്റെ ആശങ്ക അറിയുന്നത് വരെ. അങ്ങനെ തന്നെയാണ് നാട്ടുകാരുടെ ഒരു പ്രതികരണം. അവരുടെ ആശങ്ക അത് വലിയ ആശങ്ക തന്നെയാണ്. കാരണം അവർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അവർ പറയുന്ന മറ്റൊരു കാര്യം, ഇത് ഈ കടുവ തന്നെയാണ് എന്ന് അവർക്കൊരു ഉറപ്പ് ലഭിക്കേണ്ടതുണ്ട്. ഈ നരഭോജി മറ്റൊരു കാര്യം, അതായത് നമ്മുടെ ഷിറിൻ പോലെ നമ്മുടെ പ്രിയപ്പെട്ട പല പ്രേക്ഷകരും ചോദിക്കുന്നത് ഈ ചത്തത നരഭോജി കടുവ തന്നെ ആയിരിക്കുമോ എന്നാണ് സംശയം ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് ഉറപ്പിക്കാമോ? ഈ നരഭോജി കടുവയ്ക്ക് തന്നെയാണ് അന്ത്യം ഉണ്ടായത് എന്ന് ഉറപ്പിക്കാമോ? വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന മറുപടി അങ്ങനെ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം രാധയ്ക്ക് നേരെ ആക്രമണം നടത്തിയ, പിന്നീട് ഈ RRT സംഘത്തിന് നേരെ ആക്രമണം നടത്തിയ കടുവ തന്നെയാണ് ഈ കൊല്ലപ്പെട്ടത്, ഈ മരിച്ചത് എന്നാണ് നിലവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറുപടി. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, ഇവരുടെ പ്രതികരണം ഉണ്ടാകുന്ന വേളയിൽ നമുക്ക് അക്കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിക്കും എന്നും നമ്മൾ കരുതുകയാണ്. എങ്ങനെയാണ് കടുവ ചത്തത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായ വിശദീകരണം നമുക്ക് ലഭ്യമാക്കാൻ കഴിയുക ആ സാഹചര്യത്തിൽ കൂടിയായിരിക്കും, ആ വേളയിൽ കൂടിയായിരിക്കും. ഏതായാലും മരണകാരണം എന്നുള്ളത് എന്താണ് എന്നതിൽ നിലവിൽ അജ്ഞതയുണ്ട്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതിന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും വേണം. ഏതെങ്കിലും തരത്തിൽ ഇന്നലെ ഈ RRT സംഘത്തിനെ ആക്രമിക്കുന്ന വേളയിൽ മയക്കുവെടി വെച്ചപ്പോൾ അതിന് മയക്കുവെടി കൊണ്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ പിലാക്കാവ് മേഖലയോട് ചേർന്ന് തന്നെയാണ് RRT സംഘം ഉൾക്കാട്ടിലേക്ക് കടക്കുകയും അവിടെ വെച്ച് RRT സംഘത്തിലെ ജയസൂര്യ എന്നയാൾക്ക് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. അദ്ദേഹം തന്റെ ഷീൽഡ് ഉപയോഗിച്ച് ഈ കടുവയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ വലതു കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ കടുവയ്ക്കു നേരെ മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമം, മയക്കുവെടി വെച്ചു എന്ന് RRT സംഘത്തിലെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആ മയക്കുവെടി ഏറ്റിട്ടില്ല എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ പിന്നീട് എങ്ങനെയാണ് ഇപ്പോൾ ഈ കടുവ ചാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. SKN അക്കാര്യത്തിൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുന്നതോടുകൂടി
കൂടി വ്യക്തത വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. SKN ആശങ്കയൊഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഉറക്കം കെടുത്തിയ, അവർക്ക് പുറത്തിറങ്ങാൻ ഭയം സമ്മാനിച്ച അത്രയും വലിയൊരു ആശങ്ക അത് തന്നെയായിരുന്നു ഈ കടുവയുടെ സാന്നിധ്യം. കടുവ ആദ്യം ഒരിക്കൽ ഈ രാധ എന്ന അവരുടെ കൂട്ടത്തിൽ ഒരാളെ കൊല്ലുന്നു. പിന്നീട് ഒരു ദിവസത്തിനിപ്പുറം കടുവയെ വീണ്ടും ഈ തോട്ടം മേഖലയോട് കേന്ദ്രീകരിച്ച് കണ്ടു, അതും ജനവാസ മേഖലയിൽ കണ്ടു എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. പിന്നീട് ഈ കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട ദൗത്യത്തിനിറങ്ങിയ RRT സംഘത്തിലെ ഒരാൾക്കു നേരെ തന്നെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഈ കടുവയുടെ ആക്രമണം അത് ഈ പഞ്ചാരക്കൊല്ലി മേഖലയിലുള്ളവരുടെ ഉറക്കം കെടുത്തിയ ദിവസങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ഈ കടുവ തന്നെയാണ്, ഈ നരഭോജി കടുവ തന്നെ ചത്തു എന്നുള്ളൊരു വിവരം നിലവിൽ ലഭിക്കുമ്പോൾ അവർക്കത് ആശ്വാസകരമാണ്. SKN അവരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് നമുക്ക് നൽകാനുള്ളത്. SKN.